കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ മാഞ്ഞൂർ സ്വദേശി ശ്യാം പ്രസാദിന്റെ മരണം നെഞ്ചിനേറ്റ ഗുരുതരമായ പരിക്കിനെ തുടർന്നെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കൊല്ലപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ ശ്യാമിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് കൈമാറി. കേസിലെ പ്രതി ജിബിനെ സംഭവസ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. പോലീസിന്റെ റൌഡി ലിസ്റ്റിലുള്ള ആളാണ് പ്രതിയെന്ന് ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. ഏറ്റുമാനൂർ തെള്ളകത്ത് രണ്ട് തട്ടുകടക്കാർ തമ്മിലുണ്ടായ പ്രശ്നത്തിൽ ഒരു പക്ഷം പിടിച്ച് ജിബിൻ ജോർജ് സംഘർഷമുണ്ടാക്കുകയായിരുന്നു. ഇതിനിടെയാണ് കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ ശ്യാം പ്രസാദ് ഇവിടെ എത്തുന്നത്. ജിബിന്റെ ആക്രമണത്തിനിരയായ തട്ടുകടക്കാരൻ ശ്യാമിന്റെ സഹായം തേടി. ശ്യാം പോലീസുകാരനാണെന്നറിഞ്ഞതോടെ ജിബിൻ ശ്യാമിന് നേരെ തിരിഞ്ഞു. കയ്യേറ്റ ശ്രമത്തിന്റെ ദൃശ്യങ്ങൾ ശ്യാം മൊബൈൽ ഫോണിൽ പകർത്തിയതോടെ ജിബിൻ ഇദ്ദേഹത്തെ ആക്രമിക്കുകയായിരുന്നു. പോലീസ് വാഹനത്തിൽ കുഴഞ്ഞു വീണ ശ്യാമിനെ തൊട്ടടുത്ത സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം കോട്ടയം പോലീസ് ക്ലബ്ബിൽ പൊതുദർശനത്തിന് വെച്ചു. മന്ത്രിമാരായ VN വാസവൻ, റോഷി അഗസ്റ്റിൻ, മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ജില്ലാ പോലീസ് മേധാവി A. ഷാഹുൽ ഹമീദ്, മറ്റു സഹപ്രവർത്തകർ എന്നിവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. തുടർന്ന് കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലും പൊതുദർശനത്തിന് ശേഷം മൃതദേഹം സ്വദേശമായ മാഞ്ഞൂരിലേക്ക് കൊണ്ടുപോയി. നെഞ്ചിനേറ്റ ഗുരുതരമായ പരിക്കിനെ തുടർന്നാണ് ശ്യാമിന്റെ മരണം സംഭവിച്ചതെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മർദ്ദനത്തിൽ വാരിയെല്ലുകൾ ഒടിഞ്ഞതായും ആന്തരിക രക്തസ്രാവവും ശ്വാസകോശത്തിൽ ക്ഷതവും ഉണ്ടായതായും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. പ്രതി ജിബിൻ ജോർജ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്ന് SP A. ഷാഹുൽ ഹമീദ് പറഞ്ഞു. ഇയാൾക്ക് 2022 മുതൽ ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിൽ റൌഡി ഹിസ്റ്ററി ഷീറ്റ് ഉണ്ട്. ഇയാൾ മൊത്തം 7 കേസിൽ പ്രതിയാണ്. ഉച്ചയ്ക്ക് ശേഷം പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഇയാൾക്കെതിരെ കൊലക്കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. അമൃത ന്യൂസ്, കോട്ടയം.